العاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പറമ്പ് കച്ചവടമാകാൻ ദർസിലേക്ക് 5000 രൂപ നേർച്ചയാക്കിയിരുന്നു. അൽഹംദുലില്ലാഹ് കച്ചവടമായി. പ്രത്യേകം ദുആ ചെയ്യാൻ ഇർഫാൻ എന്ന സഹോദരൻ 1000 രൂപ, ഗർഭിണിയായ സഹോദരി സുഖപ്രസവത്തിലൂടെ സ്വാലിഹായ സന്താനത്തിന് വേണ്ടി 1000 രൂപ, ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ നേർച്ചയാക്കിയ 1000 രൂപ, വിദേശത്തുള്ള സഹോദരന്റെ ജോലിയിൽ ബർക്കത്തിനും മക്കളുടെ അസുഖം മാറാനും 1000 രൂപ, പിത്തസഞ്ചിയിൽ കല്ലുള്ളത് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരിക്ക് ശിഫാക്ക് വേണ്ടി 1001 രൂപ, 501 രൂപ, 101 രൂപ എന്നീ സംഖ്യകൾ വ്യത്യസ്ത ആളുകൾ നേർച്ചയാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ ആ സഹോദരി തന്നെ വ്യത്യസ്ത ഘട്ടങ്ങളിലായി നേർച്ചയാക്കിയതായിരിക്കാം. എന്തായാലും അല്ലാഹു ശിഫായി കൊടുക്കട്ടെ. ജോലിയിലെ ബുദ്ധിമുട്ട് മാറാൻ 500 രൂപ, കച്ചവടത്തിൽ ബർക്കത്തിനും മക്കൾ സ്വാലിഹീങ്ങളാവാനും 500 രൂപ, എന്ത് കഴിച്ചാലും ഛർദിയാണ് ശിഫയാവാൻ 500 രൂപ, ഹലാലായ മുറാദുകൾ ഹാസിലാവാനും കടങ്ങൾ വീടാനും 500 രൂപ, വിദേശത്തുള്ള സഹോദരന്റെ ബുദ്ധിമുട്ട് മാറാൻ 500 രൂപ, ചിക്കൻ ബോക്സ് മാറാൻ 100 രൂപ, വീട് പണി എളുപ്പത്തിൽ പൂർത്തിയാവാൻ 200 രൂപ, പരീക്ഷയിൽ പാസ്സാവാൻ 100 രൂപ, ഖൈറായ വിവാഹം ശരിയാവാൻ 100 രൂപ, ഹലാലായ മുറാദ് ഹാസിലാവാൻ 101 രൂപ, ഒരു സഹോദരൻ 100 രൂപ, ശരീരത്തിന്റെ കുഴച്ചിൽ മാറാൻ 315. പള്ളിയിലെ നമ്മുടെ പള്ളിയിൽ ഈ മനോഹരമായ ഇരിക്കാൻ സുഖമുള്ള കാർപ്പറ്റ് വിരിച്ചത് ബഹുമാനപ്പെട്ട മൂച്ചിക്കൂടത്തിൽ ജമാൽ എന്ന സഹോദരൻ 3-4 ലക്ഷം രൂപയോളം അദ്ദേഹം ഈ കാർപ്പറ്റിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വർഗത്തിൽ പരവതാനി പകരം നൽകട്ടെ. അല്ലാഹു അവരുടെ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. എന്റെ പ്രിയ സുഹൃത്ത് അഫ്സൽ, അദ്ദേഹത്തിന്റെ ഒരു കൂട്ടാളി 23 വയസ്സായ ചെറുപ്പക്കാരൻ ആക്സിഡന്റിൽ ICUവിൽ 11 ദിവസമായിട്ട് അബോധാവസ്ഥയിൽ കഴിയുകയാണ്. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹു തആല സലാമത്തിന്റെ ബാബ് ആ ചെറുപ്പക്കാരന് തുറന്നു കൊടുക്കട്ടെ. മറ്റൊരു സഹോദരൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരെ കൈമടക്കി വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ട്യൂമർ ബാധിച്ചുകൊണ്ട് തലയുടെ 90% നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാഹു തആല അദ്ദേഹത്തിന് എന്താണോ സലാമത്തെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പെട്ടെന്ന് ചെയ്തു കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. വിശുദ്ധമായ റമദാനിന്റെ ചന്ദ്രക്കലയോട് ചാരി നിൽക്കുന്ന ഒരു വെള്ളിയാഴ്ച, ഈ വർഷത്തിലെ ശഅബാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച. അല്ലാഹു ധാരാളം ശഅബാനുകളും ശഅബാൻ മാസങ്ങളിലെ വെള്ളിയാഴ്ചകളെയും ജുമുഅയും അനുഭവിക്കാനും സ്വീകരിക്കാനും നമുക്കൊക്കെ അവസരം നൽകട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഈ ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാകപ്പെട്ട ഖൽബിന്റെ ഉടമകളായി നമ്മെല്ലാവരെയും അല്ലാഹു തആല മാറ്റുകയും വല്ല തടസ്സങ്ങളും നമ്മുടെ പ്രകൃതിയിലോ ചിന്തയിലോ ചെയ്തിയിലോ ജീവിതത്തിലോ ഉണ്ടെങ്കിൽ അല്ലാഹു ആ തടസ്സങ്ങളൊക്കെ മാറ്റി റമദാനുമായി ഖൈറായ രൂപത്തിൽ തസ്കിയത്തുള്ള ഖൽബുമായി കണ്ടുമുട്ടി സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റമദാൻ ഇന്ന് ഖുതുബയിൽ ഓതിയിട്ടുള്ള ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തഖ്വ എന്ന് പറയുന്നതിന് പ്രധാനമായി 2 മുഖങ്ങളുണ്ട്. ഈ രണ്ടും സംയുക്തമായി സംഘടിപ്പിക്കാൻ വിശ്വാസികളിൽ അപൂർവം ആളുകൾക്ക് സൗഭാഗ്യം കിട്ടാറുണ്ട്. ഏതാണ് 2 മുഖങ്ങൾ? ഒന്ന് അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിക്കുക എന്നത്, മറ്റൊന്ന് തമ്മാടിത്തരങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അള്ളാഹുവിന്റെ വിരോധനകളിൽ നിന്ന് മാറി നിൽക്കുക എന്നത്. ചില ആളുകളൊക്കെ ഫറളായ കാര്യങ്ങളിൽ ആവേശം കാണിക്കുമ്പോൾ ഹറാമിയത്തിൽ അവർ ചെന്ന് വീഴുന്നത് നമ്മൾ കാണാറുണ്ട്. പള്ളിയിൽ വരും, നിസ്കരിക്കും, നോമ്പ് നോൽക്കും, ഹജ്ജ് ചെയ്യും, സിനിമ കാണും. അവർക്ക് തഖ്വ പൂർണ്ണല്ല. തഖ്വയുടെ ഒരു പാട്ട് മാത്രമാണ് അവർ മനസ്സിലാക്കിയത്. ഒരു പള്ളിയിൽ നിസ്കരിക്കും, നോമ്പ് നോൽക്കും, ഹജ്ജ് ചെയ്യും, ഉംറ ചെയ്യും, വീട്ടിൽ പോയ സിനിമ കാണും, ഗൈബത്ത് പറയും, നമീമത്തിന് കൂട്ടുകൂട്ടും, പലിശയുമായി ബന്ധപ്പെട്ടു,
ഇങ്ങനെ ഫർളായ കാര്യങ്ങളിൽ കാർക്കശ്യം പുലർത്തുമ്പോൾ തന്നെ ഹറാമിൽ ഗൗരവം കാണാത്ത ആളുകൾ നമുക്ക് അറിയാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയാറുണ്ട്. നമ്മൾ തന്നെയും അങ്ങനെ ആകാറുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവര് മുത്തഖീങ്ങളല്ല. എന്നാൽ വേറെ ചില ആളുകൾ സിനിമ കാണൂല, കള്ളൊടിക്കൂല, പലിശയുമായി ബന്ധമില്ല, പക്ഷെ നിസ്കരിക്കൂല. അപ്പൊ അവര് ഹറാമ് ചെയ്യൂല, അതേ സമയത്ത് ഫർള് ചെയ്യൂല. തഖ്വ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമല്ല, മൂന്നാമത്തെ ഒന്നാണ്. ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവാഹി. അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും വേണം, നിറവേറ്റുകയും വേണം, പൂർത്തീകരിക്കുകയും വേണം, നടപ്പിലാക്കുകയും വേണം, വിരോധനകളിൽ നിന്ന് മാറി നിൽക്കുകയും വേണം. അതാണ് ഇന്നത്തെ ഖുത്ബയിലെ ആയത്തിൽ 2 പ്രാവശ്യം ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക. എന്നിട്ട് പറയുന്നത് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഓരോ ശരീരവും ചിന്തിക്കട്ടെ എന്നാണ്. കാരണം മരണം ചിന്തിക്കുമ്പോഴേ ഹൈറ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തഖ്വയുടെ ആദ്യത്തെ ഭാഗമായ ഇംതിസാലു അവാമിരില്ല എന്നതാണ് അയ്യുഹല്ലദീന ആമനു എന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഇത്തഖുല്ലാഹ് എന്നതുകൊണ്ടുള്ള വിവക്ഷ. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് ആദ്യമായി ആയത്തിൽ പറഞ്ഞ ഇത്തഖുല്ലാഹ് എന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശ്യം അല്ലാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റുക എന്നതാണ്. പിന്നീട് പടച്ചവൻ പറയുന്നത് ആ കൽപ്പന നിറവേറ്റാനുള്ള പദ്ധതിയാണ്, പോംവഴിയാണ്. അതെന്താ? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നത് ഓരോ ആളുകളും ചിന്തിക്കട്ടെ. അങ്ങനെ ചിന്തിക്കുമ്പോ ഫർളായ കാര്യങ്ങൾ സ്പീഡിൽ ചെയ്യും, സുന്നത്തായ കാര്യങ്ങളിലേക്ക് ഉളരും. ഇനി രണ്ടാമത് പടച്ചവൻ പറയുന്നത് പിന്നെയും പറയുന്നത് നിങ്ങൾ തഖ്വ ചെയ്യുക. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന ഏതേത് കാര്യങ്ങളും അല്ലാഹു കൃത്യമായി വ്യക്തമായി അറിയുന്നവനാണ്. അപ്പൊ രണ്ടാമത്തെ ഭാഗമായി അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തെറ്റ് ചെയ്യൂല. അപ്പോ വജ്തിനാബു നവാഹി, ഈ തഖ്വയുടെ 2 പാട്ടുകൾ ഒരുമിച്ച് കൂടിയിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധമായിട്ടുള്ള ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. നോമ്പ് എന്നത് ഈ 2 തഖ്വയും എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് മനുഷ്യനെ കൊണ്ട് പരിശീലിപ്പിക്കുന്ന വിശുദ്ധമായിട്ടുള്ള ഒരു മാസമാണ്. അതുകൊണ്ടാണ് നോമ്പിന്റെ ലക്ഷ്യം പട്ടിണിയല്ല, ദാഹം അല്ല, പട്ടിണിയല്ല, വിശപ്പല്ല, ദാഹമല്ല, അത് മതിൽ മാധ്യമമാണ്. ലക്ഷ്യം ലഅല്ലക്കും തഖ്വൂൻ. ഈ 2 തഖ്വയും മനുഷ്യനെ കൊണ്ട് എങ്ങനെ നിറവേറ്റാൻ കഴിയുമെന്നത് വളരെ സുന്ദരമായി, വളരെ ലളിതമായി, വളരെ നന്നായിട്ട് പരിശീലിപ്പിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായിട്ടുള്ള റമളാൻ. ഇൻസാൻ എന്ന് പറയുന്നത് ഹയവാനിയത്തിന്റെയും ശൈത്താനിയത്തിന്റെയും മലക്കിയത്തിന്റെയും ഒക്കെ ആയിട്ടുള്ള രൂപത്തിനാണ് ഇൻസാൻ എന്ന് പറയുന്നത്. ഇവിടെ ഹയവാന് വേണ്ടത് ഭക്ഷണമാണ്, മലക്കിന് വേണ്ടത് സംസാരമാണ്. ഈ 2നെയും ബ്രേക്കിട്ടാലേ മലക്കിയത്ത് മികക്കുകയുള്ളൂ, അപ്പോഴേ വിശ്വാസം പൂർണ്ണനാവുകയുള്ളൂ. ഹയവാന് വേണ്ടത് ഭക്ഷണമാണ്, ഇൻസാന് വേണ്ടത് സ്വറയാണ്, സംസാരം. നോമ്പെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനെയും സംസാരത്തിനെയും ബ്രേക്കിട്ട് പിടിക്കുന്ന മാസമാണ്. അതുകൊണ്ടാണ് അധരം, ഉദരം, ഗുഹ്യം ഇത് 3നെയും പ്രധാനമായി ബ്രേക്കിട്ട് പിടിക്കുന്നതിനാണ് റമളാൻ എന്ന് പറയുന്നത്. കാരണം എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഹയവാനിയത്തിനെയും ശൈത്താനിയത്തിനെയും തകർത്തുകൊണ്ട് നിർവീര്യമാക്കിയിട്ട് അവന്റെ മലക്കീയത്തിനെ പരിപോഷിപ്പിക്കാൻ കഴിയുക എന്നത് മനുഷ്യന് പലപ്പോഴും ആശങ്കപ്പെടുന്ന കാര്യമാണ്, മനുഷ്യന് പലപ്പോഴും ബേജാറാകുന്ന കാര്യമാണ്, മനുഷ്യന് പലപ്പോഴും എങ്ങനെയാണ് എന്ന് ചിന്തിച്ചാൽ പിടുത്തം കിട്ടാത്ത കാര്യമാണ്. അത് റമളാനിലൂടെ അള്ളാഹു കൃത്യമായിട്ട് നടപ്പിലാക്കി തരികയാണ്. അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകൾ അത്ഭുതപ്പെടുകയാണ്. കാരണം മലക്കുകൾക്ക് വിശപ്പില്ല, ദാഹമില്ല, അവർക്ക് വികാരമില്ല. അതുകൊണ്ട് അവർ ആ വിഷയത്തിൽ അവരെ സംഭവിക്കുന്നവരല്ല. പക്ഷെ മനുഷ്യരെ കുറിച്ച് അവർക്ക് അത്ഭുതമാണ്. വികാരമുള്ളവൻ, വിശപ്പുള്ളവൻ, ദാഹമുള്ളവൻ എങ്ങനെയാണ് മാന്യനായിട്ട് നല്ലവനായിട്ട് ജീവിക്കുക? അത് അവർ അള്ളാഹുവിനോട് സംശയം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ മലക്കുകൾക്ക് അള്ളാഹു അന്ന് പറഞ്ഞു കൊടുത്ത മറുപടി ഇന്നി അഅലമു
നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാമെന്ന്. അത് അല്ലാഹു പ്രാക്ടിക്കൽ കാണിച്ചു കൊടുക്കുന്ന വളരെ പവിത്രമായിട്ടുള്ള ഒരു മാസമാണ് റമളാൻ. കാരണം വിശപ്പുള്ള ആളുകൾ തൊട്ടടുത്ത ഭക്ഷണമുണ്ട്, സുഭിക്ഷമായ ഭക്ഷണമാണ്, പക്ഷെ കഴിക്കുന്നില്ല. രസകരമായ പാനീയമാണ്, പക്ഷെ കുടിക്കുന്നില്ല. ഹലാലായ ഭാര്യയുണ്ട്, പക്ഷെ സ്പർശിക്കുന്നില്ല. അവിടെ മലക്കുകൾ തോറ്റുപോവുകയാണ്, മലക്കുകൾ അത്ഭുതപ്പെടുകയാണ്. ഇനി ആലമു മാലാ താലൂൻ എന്നത് പൂർണ്ണമാവുകയാണ്. ഇങ്ങനെ മലക്കുകളുടെ സംശയത്തെ മനുഷ്യൻ തിരുത്തിയിട്ട് മനുഷ്യന്റെ മുമ്പിലും മഅ്മൂമായിട്ട് ലൈലത്തുൽ ഖദർ ആകുമ്പോഴേക്ക് സകലമായ മലകളും മാനങ്ങളിൽ നിന്നിറങ്ങി, അതാ ആകാശഗംഗയിൽ നിന്നിറങ്ങി വിശാലമായ ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ പിന്നാലെ മൗനമായി കൂടി മനുഷ്യന്റെ ആമീൻ പറയുന്നത് ഈ ശഹ്റു റമളാന്റെ വിശുദ്ധമായിട്ടുള്ള രാത്രിയിൽ ഒരു പ്രത്യേകമായ രാത്രിയുടെ പ്രത്യേകതയാണെങ്കിൽ അതെല്ലാം അനുകൂലമായിട്ട് സാക്ഷി വെക്കണമെങ്കിൽ നമ്മൾ കാലങ്ങളേറെയായി മാസങ്ങളായി ദുആ ചെയ്യുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അല്ലാഹുവേ നീ ശഅബാനിലും റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ തമ്പുരാനേ. വബല്ലിഗ്നാ റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. ഇന്നത്തെ സൂര്യാസ്തമയത്തിന് ശേഷം പവിത്രമായ റമളാനിന്റെ പൊന്നമ്പലി കണ്ടാൽ അല്ലാഹുവിനോട് നമ്മൾ തേടിയിരുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകി. പിന്നെ ഇനി റമളാൻ വന്നാൽ പ്രാർത്ഥന നമ്മൾ മാറ്റിച്ചു വിട്ടുകയാണ്. അല്ലാഹു ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. പവിത്രമായ പരിശുദ്ധമായ റമളാനിനെ ഞങ്ങൾക്ക് നീ അനുകൂലമായി സാക്ഷി നിർത്തണേ അല്ലാഹ്. അതിന് ഇന്ന് വല്ല തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് വേണ്ടത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോവാൻ ഒരു മാസം നമ്മൾ അഡ്മിറ്റ് ചെയ്യാം. സാധാരണ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ഒരുക്കണ്ടാലില്ല, ഒരു പാമ്പ് അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ആദ്യം കെട്ടും, അവിടം വരെ എത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഒരു ഛർദിയുള്ളവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ കരിക്കിന്റെ വെള്ളം കൊണ്ടിട്ടാ കൊണ്ടുപോകാം അല്ലേ. ഒരു ഗർഭിണിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഒരുക്കത്തോട് കൂടിയിട്ടാ കൊണ്ടുപോകാം. നമ്മൾ റമളാനാകുന്ന ഹോസ്പിറ്റലിലേക്ക് കടക്കാൻ ദോഷികളായ നമ്മുടെ ദോഷങ്ങളുടെ കീടങ്ങളായ രോഗാണുക്കൾ 30 ദിവസം അഡ്മിറ്റ് ചെയ്താൽ ശവ്വാൽ 1 റമളാനാകുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പുറത്തു വരുമ്പോഴേക്ക് നമ്മൾ മുത്തഖീങ്ങളായിട്ട് നമ്മുടെ രോഗങ്ങളാകുന്ന ദോഷങ്ങളാകുന്ന രോഗാണുക്കൾ നമ്മുടെ ഖൽബിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നമ്മൾ നന്നാവണം. അതിനും ഒരു ഒരുക്കം. എന്താ ഒരുക്കം? തടസ്സങ്ങളിൽ നിന്ന് മാറി. ഉമ്മാനോട് മിണ്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് മഗ്‌രിബിന് മുമ്പ് പോയിട്ട് കൈ പിടിച്ചിട്ട് പൊരുത്തപ്പെട്ടു. വാപ്പാനോട് പിണങ്ങിയ ആളുകളുണ്ടെങ്കിൽ ഇന്ന് മഗ്‌രിബിന് മുമ്പ് പോയിട്ട് കൈ പിടിച്ചിട്ട് പൊരുത്തപ്പെട്ടു. ഉസ്താദേ ഞാൻ പഠിയും ബാപ്പ ദുബൈയിലാണ്, ചങ്ങായി മൊബൈൽ എടുത്തൊന്ന് അടിച്ചപ്പാക്കും. ഉമ്മാനോടും ബാപ്പാനെയും പഠിപ്പിക്കുന്ന മനുഷ്യന് എന്ത് കളി കളിച്ചും കാര്യമില്ല. അവനെ ലൈലത്തുൽ ഖദറിന്റെ പാതിരാത്രിയിൽ തോപ്പിക്കാത്ത കൊടും ഫാസിഖാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. തലയിൽ തൊപ്പിട്ടിട്ട് കാര്യമില്ല, നിസ്കാരത്തിന് വലിപ്പം കൂടിയിട്ട് പോയി. മഹല്ല് കമ്മിറ്റിയിൽ വിട്ടിട്ട് കാര്യമില്ല, കമ്മി ഇറ്റാകായിരുന്നു കാര്യം. ഉമ്മാനോടും ബാപ്പാനോടും ഉണ്ടാത്ത ഉമ്മാനെ വെറുപ്പിക്കുന്ന വാപ്പാനോട് എതിര് കാണിക്കാൻ അവനെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു അംശം പോലുമില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉമ്മാനും ബാപ്പാനും കളിയാക്കുന്ന മക്കളുണ്ട്. ഉമ്മാനോടും ബാപ്പാനോടും ഉണ്ടാതെ കെട്ടിയ പെണ്ണിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് സ്വരം പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്ന ആളുകളാണ്. അവരൊക്കെ തറാവീഹ് നിസ്കരിക്കുന്നവരാണ്. അവരൊക്കെ അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മാൻ റഹീം എന്ന് പറയുന്നവരാണ്. അവര് നോമ്പ് തുറപ്പിക്കുന്നവരാണ്. തുറപ്പിക്കുന്ന നോമ്പിന് പോയിട്ട് നന്നായിട്ട് തിന്നുന്നവരാണ്. അവർ ഉംറക്ക് പോകുന്നവരാണ്. അവർ ഹജ്ജിന് പോകുന്നവരാണ്. അവർ 26 വന്നിട്ട് ഇത്തികാഫിരിക്കുന്നവരാണ്. റമളാന്റെ അവസാനത്തെ 10 പുറകെ പോകാതെ പള്ളിയിൽ ഭജന ഇരിക്കുന്നവരാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടെ, പരിശുദ്ധമായിട്ടുള്ള ഖദറിന്റെ പാതിരാത്രിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, നെഞ്ച് പൊളിഞ്ഞുകൊണ്ട്, ഹൃദയം പൊട്ടിയിട്ട്, കണ്ണ് നനഞ്ഞുകൊണ്ട്, കവിള് നനഞ്ഞുകൊണ്ട് പടച്ചവനോട് വെന്തുരുകി പ്രാർത്ഥിച്ചാലും ഈ ലോകം അല്ലാഹു തിരിഞ്ഞു നോക്കാത്ത 4 വിഭാഗത്തിൽ മാതാപിതാക്കളോട് എതിരെ കാണിക്കുന്ന സംവിധാനങ്ങളാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനത്തെ തടസ്സമുണ്ടെങ്കിൽ ഇന്ന് മഗ്‌രിബിന്റെ മുമ്പായിട്ട് തീർക്കാം. ഒന്ന്. രണ്ടാമത്തത് പലിശയുമായി ബന്ധമുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ ജുമാക്ക് വരായിരുന്ന കാര്യമില്ല, പറയണേ നല്ലതെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ എല്ലാവരും കൂടി സോപ്പടിച്ചിട്ട് എനിക്ക് പ്രസംഗിക്കാനൊന്നും കഴിയും. ഞാൻ അള്ളാന്റെ ദീന് പറയാൻ അവിടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ പിന്നെ ജുമാക്കാണ് വരാൻ അവിടൊന്നും കാര്യം. നിങ്ങൾ എവിടെ പോയാലും ദീന് തന്നെ. നിങ്ങൾ പോയിരിക്കുന്ന സ്ഥലത്ത് സത്യം പറഞ്ഞിട്ടെങ്കിൽ ഞാൻ ഉത്തരവാദി. എവിടെ പോയാലും അള്ളാന്റെ ദീന് മേത്തൊക്കെ പിടിക്കാനാണ് പറയുമ്പോൾ ജുമാക്ക് വരാക്കാം. അവിടെ പോയാലും ദീന് പറഞ്ഞു മാറില്ല. ഞാൻ പറയുന്നത് അത് അവിടുത്തെ സത്യം പറയുന്നാവില്ല, ആളെ വിഷയമാവില്ല. അതുകൊണ്ട് ജുമാക്കങ്ങൾ എല്ലാവരും കൂടി സംഘടിപ്പിക്കാനല്ല ഞാൻ വന്നങ്ങളോട് ഹക്ക് പറയാൻ പറയാം. അത് കേൾക്കാനുള്ള ഒരു കേട്ടാൽ മതി. അല്ലെങ്കിൽ ഇഷ്ടമുള്ള ജുമാക്ക് പോയി പങ്കെടുക്കും. ഇവിടെ വരണമെന്നില്ല. നിങ്ങൾ എല്ലാവരും കൂടി സോപ്പടിച്ച ഒരു വാടക പ്രഭാഷകനായിട്ടും ഒരു അമ്മിക്കുട്ടിയായിട്ടുള്ള കാണരുത്. അള്ളാഹു ദീനായി പറയാൻ നമുക്ക് തോഫിക്കട്ടെ. നിങ്ങൾ ഉമ്മാനോടും ബാപ്പാനോടും കൊണ്ടാതെ എവിടെ ഇരുന്നിട്ടും കാര്യമില്ല. പലിശയുമായി ബന്ധമുണ്ടോ? പലിശയുമായി ബന്ധമുള്ളവരുമായി ബന്ധമുണ്ടോ? അല്ലാഹു തആല തിരിഞ്ഞു നോക്കൂല. കള്ള് കുടിക്കുന്നവരാണ് തോബ ചെയ്ത് മാറിയിട്ടില്ലേ? കള്ള് കുടിക്കുന്നവനെ തോളിലേക്കുന്നവനാണോ? പടച്ചോൻ തിരിഞ്ഞു നോക്കൂല. തൊഴിമണ്ണായിട്ട് കാര്യമില്ല. അല്ലാഹു തിരിഞ്ഞു നോക്കൂല. അള്ളാഹിനോട് നമ്മുടെ മസിൽ ഉയർത്തിയ കാര്യമില്ല. അത് മനുഷ്യന്മാരടിയിലേ പറ്റുള്ളൂ, അള്ളാഹിനെ എത്താനും പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് തടസ്സങ്ങളുണ്ടെങ്കിൽ ഇന്ന് മഗ്‌രിബിന്റെ മുമ്പ് എല്ലാവരും അതിലൊക്കെ മാറാൻ ശ്രമിക്കും. അതാ അല്ല പരനോനെ അങ്ങാടി പോയി കുറ്റം പറയുന്നത്. തടസ്സങ്ങളുണ്ടെങ്കിൽ മാറാമോ? അതാ അതിന്റെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ മാറ്റിയെന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ടിങ്ങനെ വരിക. അപ്പോഴേ അള്ളാഹു തആല സ്വീകരിക്കുള്ളൂ. അല്ലാതെ എന്നെ ഇങ്ങനെ കുറെ പൊളിയാക്കിയോ എന്നെ കുറ്റം പറയുന്ന കാര്യമില്ല. അള്ളാഹിനെ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മനുഷ്യനെ മനസ്സിലാക്കുന്നത് പവിത്രമായ وخطبنا رسول الله صلى الله عليه وسلم آخر يوم من شعبان അവസാനത്തെ ദിവസം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പ്രസംഗിക്കുകയാ. മഹാന്മാരായ സ്വഹാബ ഉദ്ധരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇതേ ദിവസത്തിൽ സ്വഹാബാക്കളോട് പറയുകയാണ്, അയ്യുഹൽ ഓ മനുഷ്യന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ശഅബാനിന്റെ അവസാനത്തെ ദിവസം അതേ ഇതുപോലെയുള്ള ദിവസം സ്വഹാബാക്കളോട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അയ്യുഹൽ ഖദ അളല്ലൽ ശഹ്റു റബീഇ, മഹത്തായ ഒരു മാസത്തിന്റെ നിഴലിൽ കളിച്ചിരിക്കുകയാ. ആ മാസം സമാപനമാവുകയാണ്. അത് ബർക്കത്താക്കപ്പെട്ട മാസമാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അത് ബർക്കത്താക്കപ്പെട്ട മാസമാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതൊരു പ്രത്യേകമായ മാസമാണ്. ആ മാസത്തിൽ ലൈലത്തുൽ ഖദർ ഒരു രാവാവേ നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ അതിനെ കുറിച്ച് പറയുകയാ, ആ രാവ് 1000 മാസത്തേക്കാൾ 83 വർഷത്തേക്കാൾ പുണ്യമുള്ള രാവാണ് നബിയുനാ റസൂലുള്ളാഹി. ഖദ് ജഅലല്ലാഹു സിയാമഹു ഫരീള. ആ ഒരു മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് എന്നത് ഫർളാക്കിയിരിക്കുന്നു. വജഅല ഖിയാമ ലൈലിഹി തതവ്വുഅ. അല്ലാഹു ആ മാസത്തിൽ രാത്രി നിസ്കരിക്കൽ പ്രത്യേകമായ സുന്നത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫമൻ അദ്ദാ ഫീ ബിഖസ്ലത്തിൻ മിനൽ ഖൈർ ഫമൻ തതവ്വഅ ഫീ ബിഖസ്ലത്തിൻ മിനൽ ഖൈർ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ. വിശുദ്ധമായ റമളാനിൽ ആരെങ്കിലും ഒരു സുന്നത്ത് അനുഷ്ഠിച്ചാൽ അവനെ ഫർളാക്കിയ കൂലിയാണ്. വമൻ അദ്ദാ ഫീ ഫരീള, ആരെങ്കിലും ഒരു ഫർള് അനുഷ്ഠിച്ചാൽ കാന കമൻ
അല്ലാത്ത മാസങ്ങളിൽ 70 ഫർള് പ്രതിഫലമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഹുവ ശഹ്റു സബ്രി, റമളാൻ ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു ക്ഷമയാണെങ്കിലോ സവാബുഹു വൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം സ്വർഗ്ഗമാണ്. നബിയുനാ റസൂലുള്ളാഹി. ഇത് ശഅബാന്റെ അവസാനത്തെ ദിവസം, ഇതുപോലൊരു ദിവസം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോട് നടത്തിയിട്ടുള്ള റമളാനിന്റെ നയപ്രഖ്യാപനമായി ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ബർക്കത്തിന് വേണ്ടി ഞാനൊന്ന് ഉദ്ധരിച്ചതാണ്. ഹദീസ് വളരെ സുദീർഘമാണ്. ജുമുഅക്കേശം പരിമിതമായ സമയത്തിനുള്ളിൽ ലളിതമായി പറയാനുതകുന്ന സാന്ദർഭികമായ ചില കാര്യങ്ങൾ അതിൽ നിന്ന് വെട്ടിയെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ആ ഹദീസിന്റെ അവസാനത്തിലുള്ളത് ആ മാസത്തിന്റെ വക്കിലാണ് നമ്മളുള്ളത്. അനുകൂലമായി സാക്ഷി നിൽക്കുന്ന പരുവത്തിലായി റമളാനെ സ്വീകരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇനി അടുത്ത വെള്ളിയാഴ്ച റമളാനാവുമല്ലോ, ഇൻഷാ അല്ലാഹ് ദീർഘമായ സമയം പ്രസംഗിക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ അതിന്റെ ഇടയിൽ കുറച്ച് റമളാന്റെ ദിവസങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് പറയാണ്, കഴിയുന്ന രീതിയിൽ എല്ലാവരും വീട്ടിലൊരു നോമ്പറുണ്ട്. തീരുമാനം എടുക്കല്ലേ, മൂല്യാരെ വിളിക്കരുത്. അതിനുവേണ്ടി പറയാനൊന്നും വരുന്നത്, എന്നെ വിളിക്കരുത്. കാരണം എന്നെ വിളിച്ചാൽ എനിക്ക് വരാൻ ഉണ്ടാവില്ല. നിർബന്ധമായിട്ട് വിളിച്ചാൽ ഞാൻ വന്നുകൂടായില്ല. ഞാൻ പോണോടത്തൊക്കെ അങ്ങനെ നോക്കണ്ട, അത് അവര് നിർബന്ധമായിട്ട് വിളിച്ചാൽ ഞാൻ പോവാത്തോടത്ത് എന്നെ വിമർശിക്കും വേണ്ട. കാരണം അപ്പൊ എനിക്ക് സമയം ഉണ്ടായിട്ടുണ്ട്. എവിടെയെങ്കിലും ഞാൻ പോയിക്കൂടായില്ല. പക്ഷെ പരമാവധി എന്നെ നിങ്ങൾ ഒഴിവാക്കി തന്നെ എനിക്ക് അത്രയും സൗകര്യമാണ്. കാരണം ഞാൻ ഇങ്ങനെ യാത്ര ആയിരിക്കും. അപ്പൊ എന്നെ വിളിക്കാൻ വേണ്ടി ഞാൻ പറയില്ല, നിങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടി പറയാം. എന്റെ വീട്ടിലേക്ക് ഞാൻ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എല്ലാവരും കൂടി അങ്ങോട്ട് വരാനൊക്കെ കണ്ട് വിളിച്ചാൽ വന്നാൽ മതി. എന്റെ വീട്ടിൽ ആരൊക്കെയാണ് വിളിക്കണ്ടേ ഞാൻ അവിടെ സംഘടിപ്പിച്ചോളാം, നിങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചോളൂ. അത് രക്ഷപ്പെടാനുള്ള ഒരു വാതിൽ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, റമളാൻ ഒരീസെങ്കിലും മര്യാദക്ക് കുറച്ച് സ്വാലിഹ്യങ്ങൾ വിളിച്ചത് കള്ളുടിയന്മാരല്ല. നോമ്പറ പല രൂപത്തിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ റമളാൻ ഒരു MLA എന്നോട് പറഞ്ഞു, ഇനി ഞാൻ നോമ്പറക്കൊന്നും പോകില്ല. കോഴിക്കോട് നോമ്പറക്ക് പങ്കെടുത്തപ്പോ 4:30 നോമ്പറ തുടങ്ങിക്കണേ. 4:30 മണി നോമ്പറ 4:30 തുടങ്ങിക്കണേ. ഞാൻ ചോദിച്ചാൽ എന്താന്ന് വെച്ചത്, അതേ അവിടെ സപ്ലൈ ചെയ്യാൻ കുറെ ചെറുപ്പക്കാരുണ്ട്. ഓർക്ക് ആ തിരക്കിനിടയിൽ അപ്പൊ തിന്നാൻ പറ്റില്ല. അപ്പൊ അവർക്കുള്ള നേരത്തെ വളർത്തിയപ്പോ അവരെല്ലാരും കൂടി ഇരുന്ന് തിന്നാം. ഞാൻ എന്നോട് പറഞ്ഞു, അവിടെ നോമ്പറന്നെ 4:30 മണിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ നോമ്പറല്ല. ഒന്ന്. രണ്ടാമത്തത്, അഡ്രസ് ഇല്ലാത്ത പൈസ സംഭരിച്ചിട്ട് പൊറാട്ട വാങ്ങി കൊടുക്കലല്ല, ഹലാലായ പൈസയുടെ നോമ്പറ. ഇങ്ങനെ എല്ലാ ശുറൂത്തുകളും ഒത്തു വന്നാൽ അവനുള്ള പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളിൽ ഒന്ന്, ലൈലത്തുൽ ഖദറിന്റെ രാത്രി അവന് കിട്ടുന്നുള്ളൂ. ആ രാത്രിയില് ജിബ്രീൽ അലൈഹിസ്സലാം അവന്റെ കൈ വന്ന് പിടിച്ച് കുലുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പോരെ, ഒരു നോമ്പറാണ് കിട്ടുന്ന നേട്ടം നോക്കാൻ പോരാ. ആരെങ്കിലും ഒരു നോമ്പുകാരനെ പിടിച്ചുകൊണ്ട് നോമ്പ് ഉറപ്പിച്ചാൽ കാലഹു മഗ്ഫിറത്തുൽ ലിദുനൂബിഹി വയറഖബത്തുൻ അവന്റെ ദോഷരഹിതമായ കറുത്ത അധ്യായങ്ങളോടുകൂടെ പറയാനുള്ള ഒരു സൗകര്യം അതിലൂടെ പറച്ചവന്റെ നൽകുന്നതാണ്. അവന്റെ പെരടിയെ നരകമാകുന്ന തീച്ചോളയിലും അല്ലാഹു പുറപ്പെടുത്തുന്നതാണ്. നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട കാദറാജ് എല്ലാവർക്കും നോമ്പർക്കുള്ള കാരക്ക അൽഹംദുലില്ലാഹ് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, ആഖിറം നന്നായി കൊടുക്കട്ടെ, രോഗങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. പിന്നെ പള്ളിയിൽ ഇങ്ങനെ വത്തക്കയും പൈനാപ്പിളും ഒക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നല്ല നല്ല കൂലിയുള്ള കാര്യങ്ങളാണ് ഓരോ ആളുകൾ അതൊക്കെ ചെയ്തിട്ട് വാതിലുകൾ ഓരോന്ന് തുറന്നു വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ നോമ്പറിന്റെ കാര്യം ഒന്ന്. രണ്ടാമത്തെ, നോമ്പറക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഉപയോഗിക്കണമെന്ന് ശ്രദ്ധിക്കുന്നു. ഈ പ്ലാസ്റ്റിക് ഇപ്പൊ വലിയ ചർച്ച നടക്കുകയാണ്. സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മിയുടെ വിഷം തടുക്കാൻ അല്ലാഹു തആല അന്തരീക്ഷത്തിൽ സംവിധാനിച്ച ഒരു പാളി, ഒരു ബെൽറ്റ്, ആസോൺ പാളി എന്ന് പറയും. അതിന് സുഷിരങ്ങൾ കുറെ വീണിട്ടുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതിനിങ്ങനെ ഓട്ട വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ക്യാൻസർ അധികരിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അതിന് ഓട്ട വരാൻ കാരണം ഈ പ്ലാസ്റ്റിക് ഉപയോഗം അധികരിച്ചാണ്.
മേലുള്ള പാളി ഈ പ്ലാസ്റ്റിക് ഓട്ട വരുത്തെങ്കിൽ നമ്മളെ ഹാർട്ടിൽ എത്ര ഓട്ട വെച്ചിട്ടുണ്ടാവും? മേലുള്ള പാളി അതന്നെ. ഏതാണ് ആ പാളി? സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മി എന്ന് പറഞ്ഞാൽ അത് വിഷമുള്ള സാധനം. അതുകൊണ്ടാണ് ഈ ഗൾഫുകാർക്ക് കൂടുതൽ കസഞ്ചും തലമുടി നിരക്കുന്നത്. ഈ നല്ല അവിടെ ഹാർ കൂടുതലാണ് അല്ലെ ഷായർ? അങ്ങനെയല്ലേ അറബികൾ പറയലെന്നെ അള്ളാഹ് ഭയങ്കര ജാലാനാണ്. നല്ല ചൂടുള്ള സ്ഥലത്ത് അറബികൾ പറയും അള്ളാഹ് ജാലാനാണ്, ദേശം വിളിക്കുന്നത്. അത് നല്ല ചൂടാക്കണം. അതുകൊണ്ടാണ് ഗൾഫുകാര് 10-30 കൊല്ലം ഗൾഫിൽ പണിയെടുത്തിട്ട് എല്ലാ പ്രാരാബ്ദങ്ങളും വഹിച്ച് എല്ലാ മാറാപ്പും പേറി പണിയെടുത്ത് തിരിച്ച് നാട്ടിലേക്ക് വന്നാൽ ഒരു സമ്പത്തും ഇല്ലെങ്കിൽ 2 സമ്പത്ത് പോലുണ്ടാവും. ഒന്ന് കൊടവേറ്, 2 കസണ്ടി. ഇല്ലാതെ പോലുമില്ല. ഈ കസണ്ടി ഉണ്ടാക്കുന്നത് സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മിയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് മുടി നിറയ്ക്കും. കാരണം അതിനൊരു വിഷമുണ്ട്. ഈ വിഷത്തെ പരമാവധി അരിപ്പ പോലെ, അരിപ്പ ഒരു സാധനം അരിച്ചിട്ട് നമുക്ക് അരിച്ചിട്ട് നല്ലതാക്കി തരുന്നതാണ്. അതുപോലെ ഈ വിഷം ഇങ്ങനെ അരിച്ചിട്ട് നമുക്ക് അനുകൂലാക്കി തരുന്ന സാധനമാണ് ഈ ഓസോൺ പാളി. അതിന് കുറെ ഓട്ട വീണു. അപ്പൊ വിഷമുള്ള അംശങ്ങൾ കുറെ ഭൂമിയിലേക്ക് വന്നു. അത് ശരീരത്തിൽ തട്ടുമ്പോ ബ്ലോക്ക് വരണേ, ട്യൂമർ വരണേ, ക്യാൻസർ വരണേ, കുഴഞ്ഞു വീണ്. ഇതുകൊണ്ടാണ് സൂര്യാഘാതമല്ല, സൂര്യാഘാതത്തിനപ്പുറം ഈ രശ്മിക്കുള്ളിൽ തട്ടിയിട്ടാണ് ഈ ആഘാതം വരുന്നത്. സൂര്യാഘാതം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ആഘാതമില്ലാതെ രക്ഷപ്പെട്ടത് ഈ അരിപ്പുണ്ടായതുകൊണ്ടാണ്. അപ്പൊ അതിന് കേടുവരെ. ഞാൻ പറയുന്നത് അതിന്റെ ഒരു കാരണം പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ്. പ്ലാസ്റ്റിക് ഉപയോഗിക്കുമ്പോ മേലുള്ള പാളിക്ക് ഓട്ട വന്നാൽ നമ്മുടെ ഹാർട്ടിന് എത്ര തുള വന്നിട്ടുണ്ടാവും, നമ്മളെ ലിവറിന് എത്ര പഴുപ്പ് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മള് കുറെ ആളുകൾ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുമ്പോ അതിന്റെ സൈഡ് എഫക്ട് ഉണ്ടാക്കരുത്. പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ രൂപത്തിൽ ഉപയോഗിക്കുക. എന്താ പ്ലാസ്റ്റിക് ആണെന്നും ഇപ്പൊ ചർച്ച ചെയ്യാൻ സമയമില്ല. അല്ലെങ്കിൽ നല്ല നല്ല പാത്രങ്ങൾ, ആ പഴയ മണ്ണുമൊക്കെ തിരിച്ചു പോയാൽ കൂടുതൽ നന്നായി. മണ്ണിന്റെ ഗ്ലാസ്, മണ്ണിന്റെ ചട്ടി. ഇൻഷാ അല്ലാഹ് ഇന്നലെ എനിക്കിങ്ങനെ തോന്നാം, പറയുന്ന കുറച്ച് മണ്ണിന്റെ ഗ്ലാസ് ചട്ടിയോട് കൊണ്ടുവച്ച് എങ്ങനെ ഉണ്ടാവും. ഞാനവിടെ പോകാൻ വിളിച്ചിട്ടാണോ വൈകുന്നേരം ഒന്ന് കൊണ്ടേക്കാൻ. നല്ല ആരോഗ്യം നല്ല ഉണ്ടാവും, ഉറപ്പാണ്. മണ്ണിന് അങ്ങനെ കഴിവുണ്ട്. അതുകൊണ്ടല്ലോ തേമം ചെയ്യൽ മണ്ണുകൊണ്ടാണ്. വെള്ളമില്ലെങ്കിൽ ഒതുക്കാൻ വെള്ളമില്ലെങ്കിൽ പിന്നെ മണ്ണുകൊണ്ടാണ് തേമം ചെയ്യുന്നത്. കാരണം എന്താണ്? ഈ മണ്ണ് എന്നത് പെട്ടെന്ന് രോഗാണുക്കൾ വടിച്ചു വെക്കാൻ കഴിവുള്ളതാണ്. അതുകൊണ്ടാണ് നായ തൊട്ടാൽ അവിടെ 7 പ്രാവശ്യം കഴുകുമ്പോൾ 1 പ്രാവശ്യം മണ്ണ് ഇറക്കിയ വെള്ളം കൊണ്ടാണ്. അതിന് നായ തൊട്ടാൽ ഒരു പ്രത്യേക രോഗാണു വരാൻ. അതിനെ കുറിച്ച് പഠിച്ച ഡോക്ടർമാർ പറയുന്നത് ഈ രോഗാവിനെ കൊന്നൊടുക്കാൻ ലോകത്ത് മണ്ണിനല്ലാതെ കഴിയില്ല. അപ്പൊ മണ്ണിന്റെ പൂജ. അതുകൊണ്ടല്ലോ പഴയ കാലത്ത് നമ്മൾ കുടിക്കാൻ വേനൽക്കാലത്ത് വെള്ളം ശേഖരിക്കുന്ന ഏതിലാണ്? ഇപ്പോഴും ഏതിലാ വെള്ളം ശേഖരിക്കുന്നത്? എന്താ വേറെ പാത്രമില്ലാത്തോണ്ടാ? അല്ല, ഈ മണ്ണിന്റെ പൂജയിൽ വെള്ളം ശേഖരിച്ച് അതിന് വെള്ളം കുടിച്ചാൽ അത് വേറെ തട്ടിയാൽ എല്ലാ കീടങ്ങളും നിർവീര്യവും. അപ്പൊ ആ പഴയ മണ്ണിന്റെ പാത്രത്തിനും ഗ്ലാസ്സും ഒക്കെ നോമ്പറൊന്നും മാറിയാൽ കറുകത്തീർത്തിന് അതിന്റെ ഉദ്ഘാടനം വരികയാണെങ്കിൽ അത് വലിയൊരു മാതൃകയായിരിക്കും. ആരെങ്കിലും ഒരാൾ പറയില്ല, ഞാൻ നിർബന്ധിക്കല്ല, ഇത് കമ്മിറ്റി അടിസ്ഥാനത്തിൽ തീരുമാനമല്ലോ, ഇതില്ലാത്തവർക്ക് ആക്ഷൻ ഒന്നുമില്ലേ, നീ പിന്നെ കമ്മിറ്റിന്റെ തീരുമാനം നടപ്പിലാക്കണേ, അങ്ങനെയൊക്കെ ഉസ്താദ് പറയുന്നതല്ല. ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. ആരെങ്കിലും ഒരാൾ അവരുടെ വീട്ടിൽ നോമ്പറക്കുന്നതിനൊക്കെ ഒന്ന് സംഘടിപ്പിച്ചിട്ട് ഉദ്ഘാടനം ചെയ്താൽ അത് വലിയൊരു മാതൃകയായിരിക്കും. എന്റെ പുരയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുക. പരാജയപ്പെട്ട ഉത്തരവാദിയല്ല. പരാജയപ്പെട്ടെന്ന് വെച്ചിട്ട് ഹറാമൊന്നുമില്ല, നടപ്പിലാക്കൽ ഫർളുമല്ല. ശ്രമിക്കുക, ഇൻഷാ അല്ലാഹ്. അത് നല്ലൊരു കാര്യം. പ്ലാസ്റ്റിക്കിന് പരമാവധി ഒഴിയാം. പ്രത്യേകിച്ച് ആ പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് ഉണ്ടല്ലോ, അതിലൊക്കെ ചൂടോടെ ചായ അങ്ങോട്ട് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ഉരുകുണ്ട്. നല്ല ചൂടുണ്ടാകുമ്പോ നല്ല ഉരുക്കും, അത് നമ്മൾ കാണും. ചെറിയ ചൂടിന് ചെറിയ ഉരുക്കുണ്ട്, അത് നമ്മൾ കാണില്ല. ഈ ഉരുക്കത്തോട് കൂടിയിട്ട് അതിൻ്റെതായ പ്ലാസ്റ്റിക് ഈ ചായയിൽ ലയിക്കാനും നമ്മളതറിയില്ല. നല്ലോ ലയിച്ചാൽ നമ്മളറിയില്ല, കുറച്ച് ലയിച്ചാൽ നമ്മളറിയില്ല. നമ്മളറിഞ്ഞിട്ടില്ലെങ്കിൽ രോഗാണു അത് നേരെ കുടിച്ചാൽ കണ്ണിന്റെ കാഴ്ചക്ക് അത് ബാധിക്കുന്ന, ലിവറിനെ ബാധിക്കുന്ന, പെട്ടെന്ന് ബ്ലോക്ക് വരുന്ന. നിങ്ങൾക്ക് മനസ്സിലായോ ബ്ലോക്ക് കൂടാനുള്ള കാരണം? മനസ്സിലായോ? ഒന്ന് പ്ലാസ്റ്റിക് തന്നെ. അപ്പോ അവ കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രേക്ക് നിയന്ത്രിച്ചാൽ ശരീരത്തിന് നല്ലതായിരിക്കും എന്ന് ഈ സമയത്ത് ഞാൻ ഉണർത്തലോട് കൂടി നടപ്പിലാക്കാനുള്ള നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ. ഇത് കമ്മിറ്റി അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണെന്ന് ആരും മനസ്സിലാക്കരുത്. വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, അത്രേ ഉള്ളൂ ആ കാര്യം. രണ്ടാമത്തെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ആൾക്കാർ തലയെക്കെട്ട് കെട്ടിയിട്ട് നടത്തുന്നു. ഇത്ര താടിയുണ്ട്, തലയെക്കെട്ടുണ്ട്, വലിയ ചുപ്പുണ്ട്, ഫാത്തിഹ അറിയില്ല, ഓരോ വോട്ടുകളും കയറിയത് പലതും തരണേന്ന് അറിയാം. വേറെ എടുപ്പല്ല. കാരണം ഇപ്പൊ എല്ലാം വാടക കിട്ടുന്നുണ്ട്. തലയെക്കെട്ട് വാടക കിട്ടും, ജുബ്ബ വാടക കിട്ടും, തൊപ്പി വാടക കിട്ടും, നിസ്കാരത്താകുമ്പോ വാടക കിട്ടും. കുറ്റിപ്പുറത്ത് കൊടുക്കണ്ടല്ലോ, സ്റ്റാമ്പ് വാടക കൊടുക്കണ്ടോ. ഇവരെന്ത് ചെയ്യും? രാവിലെ ചുറ്റി നിസ്കാരത്താകുമ്പോ കൂടി വാടക എന്നിട്ട് ഓരോ വീട്ടിൽ നല്ല ആരോഗ്യം. യാചനയെ പ്രോത്സാഹിപ്പിക്കരുത്.
ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. പാവങ്ങളുടെ തോഴനായി ഞങ്ങൾ മനസ്സിലാക്കിയ പാവങ്ങളെല്ലാം തോളോട് ചേർത്ത് അവർക്ക് പലപ്പോഴും സഹായത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നിങ്ങളിത് പറയണോ? ഞാൻ പറയുന്നത് പാവങ്ങളെ സഹായിക്കണമെന്നാണ്. പക്ഷെ പാവങ്ങളായി നടിച്ചു വരുന്ന ആരോഗ്യവന്മാരെ ആ കാര്യം നമ്മൾ തിരുത്തി കൊടുക്കണം. ഇവിടെ യാചന പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല. നിർബന്ധശീല ആരെങ്കിലും യാചിക്കാൻ വന്നാൽ അവനെ നമ്മൾ സഹായിക്കണം, വലിയൊരു സംശയമില്ല. പക്ഷെ അതിന് പണ്ഡിതവേഷം ധരിക്കരുത്. നല്ല താടി നിസ്കാരത്താകുമ്പോൾ ചുപ്പയുള്ള പണ്ഡിതന്മാരൊന്നും നോമ്പ് പ്രമാണിച്ചുകൊണ്ട് യാചിക്കാൻ വേണ്ടി നടക്കില്ല. അത് വേറെ പറയാം. ഇതിങ്ങനെ കണ്ടാൽ കാവിൽ പുറത്ത് മാതി, കുത്തുബുൽ അക്ബർ മാതി, ഒരു 10-60 നാലിന്റെ കാവലി മാതി, ഭയങ്കര താടി തൊപ്പരും വെച്ച് നടക്കാം. ആലിമീങ്ങൾ പറയപ്പെടണം, അതിന് പറ്റുന്ന യൂണിഫോം ധരിക്കും. ഈ നിസ്കാരതാമൊന്നും വെച്ച് നിസ്കാരം വെച്ച് തരട്ടെ. അപ്പൊ അങ്ങനെ ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നതോടുകൂടി അങ്ങനെ വരുന്ന പല ആളുകളും വീട്ടിലുള്ള കുട്ടികളുടെ മാല പൊട്ടിച്ച് ഓടുന്ന കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എല്ലാവരും അങ്ങനെയാണെന്നോ ഒന്നല്ലേ പറയുന്നത്. ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ നല്ലവരുണ്ട്. ഒരു പക്ഷെ ആലിമ്യങ്ങൾ തന്നെയും അവർക്ക് മക്കളെ കെട്ടിക്കേണ്ട ആവശ്യത്തിന് അങ്ങനെ വരുന്നവരുണ്ടാകാം. പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട രീതിയാണ്. അത് കരുതിയിട്ട് യാചനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായത് വീട്ടിലേക്ക് കഷ്ടപ്പെട്ട് വരുന്ന ആരെയും മറക്കാതെ നമ്മൾ പറഞ്ഞേക്കും വേണം. അതോടുകൂടി അവരോട് ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് ഈ പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് ആലിമ്യങ്ങളെ കളിയാക്കരുത് എന്ന് പ്രത്യേകമായ ഒരു മുന്നറിയിപ്പ് നല്ല രൂപത്തിൽ കൊടുക്കുകയും വേണം. അങ്ങനെയുള്ള ആളുകൾ പരിചയമില്ലാത്ത ഭാഷയൊക്കെ സംസാരിച്ചിട്ട് വീട്ടിൽ വരുമ്പോ തങ്ങൾ പാർവ മോഡിൽ പാർവ എന്ന് പറഞ്ഞിട്ട് നെഞ്ഞത്തടിച്ചിട്ട് പെണ്ണുങ്ങൾ കരഞ്ഞ് ദ്വാരക്കാൻ പറയുന്നതൊക്കെ അവസാനിപ്പിക്കണം. ഇവർ തങ്ങൾ പാർവയാവില്ല, മോലിൽ പാർവയാവില്ല, പലപ്പോഴും മുസ്ലിമീങ്ങളാവില്ല. ആ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയണമെന്ന് ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു ദീനും ദുനിയാവും രക്ഷപ്പെടുന്ന രീതിയിൽ തന്ത്രപരമായി തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി പടച്ചോനെ പേടിച്ചുകൊണ്ട് പടപ്പുകളെ പേടിപ്പിക്കാതെ പടച്ചോനെ പേടിച്ചുകൊണ്ട് റമളാൻ അനുകൂലമായി സാക്ഷിക്കുന്ന കൽബമായ റമളാനെ സ്വീകരിച്ചുകൊണ്ട് റമളാൻ കൊണ്ട് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. ഇവിടെ നൽകിയ സംഭാവനകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. അവരുടെ നമ്മളുടെയും പ്രയാസങ്ങൾ അല്ലാഹു തീർക്കട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തിയാക്കി തരട്ടെ. അവരിൽ നമ്മളിൽ മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്ന ഭാവോചാരങ്ങളുടെ മുഅ്മിനീങ്ങൾ അല്ലാഹു തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ഖബർ വിശാലമായി കൊടുക്കട്ടെ, സന്തോഷമായി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഒരു പ്രിയങ്കനായ ശിഷ്യന്റെ ഒരു പ്രിയപ്പെട്ട കുട്ടി ഈടടുത്ത് വയറ്റിന് മരിച്ചുകൊണ്ട് ഖബറിൽ കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷായന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട മോനെ, ആ പ്രിയപ്പെട്ട കുട്ടിയെ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗത്തിൽ സീറ്റ് പിടിക്കുന്ന കുട്ടിയാക്കി അല്ലാഹു മാറ്റട്ടെ. അല്ലാഹു നമ്മുടെ കുട്ടികളൊക്കെ നന്നാക്കി കൊടുക്കട്ടെ. അല്ലാഹു ഒരിക്കലും നമുക്ക് ഹൈറായ കുട്ടികളെ തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൽഖിനാ മുഹമ്മദിൻ വഅലൈഹി വസല്ലം. പാവപ്പെട്ട സഹോദരന്റെ രോഗചികിത്സയ്ക്ക് വേണ്ടിയാണ് സഹായം ആവശ്യമായിട്ടുള്ള കഴിയുന്ന ആളുകൾക്ക് സഹായിച്ചവരെ അല്ലാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും. പിന്നെ നോമ്പിന്റെ മസാലകൾ ഇൻഷാ അല്ലാഹ് തറാവിന്റെ രാത്രി ഞാൻ രാത്രിയിൽ പരിപാടി ഒന്നും ഏറ്റിട്ടില്ല, മിക്കവാറും ഇവിടെ ഉണ്ടാവും. അപ്പോ നോമ്പുമായി ബന്ധപ്പെട്ട മസാലകൾക്ക് അല്പാൽപ്പം സാന്ദർഭികമായി തറാവിനേശം പറയുന്നതാണ്. പഠിക്കാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾ വന്നാൽ ഇൻഷാ അല്ലാഹ് കേൾക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.